വനനിയമ ഭേദഗതി ബിൽ വിവിധ ഭൂവിഷയങ്ങളാൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ മേൽ പതിക്കുന്ന അണുബോംബാണെന്ന് കർഷക കോൺഗ്രസ് നേതൃത്വം. വിഷയത്തിൽ 19-ാം തീയതി കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ വനനിയമ ഭേദഗതി ബില്ലിന്റെ കോപ്പികൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജ്ഞാപനത്തിലെ 52, 63, 69 വകുപ്പുകൾ ഒഴിവാക്കണം. കേവലം ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർക്ക് പോലും എവിടെയും കയറി വാറന്റ് പോലും ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം നൽകുന്ന ബില്ലാണിത്. അറസ്റ്റിന് കൃത്യമായ സാഹചര്യങ്ങൾ നിർവചിക്കാത്തത് അധികാര ദുർവിനിയോഗത്തിനും കാരണമാകും. വനത്തോട് ചേർന്നുള്ള പുഴകളിലും തോടുകളിലും നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നതിനും മീൻ പിടിക്കുന്നതും വരെ കടുത്ത കുറ്റകരമാകും. മനുഷ്യനെ പരിഗണിക്കാത്ത വന്യമൃഗങ്ങൾക്ക് മാത്രം സുരക്ഷ ഒരുക്കുന്ന ഈ വനനിയമ ഭേദഗതി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന കരിനിയമമാണെന്നും ബിൽ ഉടൻ പിൻവലിക്കണമെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആക്ട് പ്രകാരം ഏത് നഗരത്തിലായാലും ശരി, മറ്റ് ജനവാസ മേഖലയിലാണെങ്കിലും ശരി, ഏത് കാരണങ്ങളില്ലാതെയും ഒരു വന ഉദ്യോഗസ്ഥന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഭേദഗതിയാണ് ഈ ആക്ടിൽ 63-ാമത്തെ വകുപ്പ്, 69-ാമത്തെ വകുപ്പും ഈ ഗസറ്റ് വിജ്ഞാപനത്തിൽ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഒന്നുകൂടി ദുസ്സഹമായി മാറുകയാണ്. നമുക്കറിയാം, വനപ്രദേശത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ജനവാസ മേഖലകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അവരൊക്കെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് വനത്തിലായിരിക്കാം. അതുപോലെ അവർ ഈ വനം കടന്നു വേണം ഒരുപക്ഷെ നമ്മൾ അവരുടെ മറ്റ് വനങ്ങളിലേക്ക് കടന്നു പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തോട് ഒരു വൈരാഗ്യം തോന്നിയാൽ ഒരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഇതിനകത്ത് നൽകിയിരിക്കുന്നു. ഇതിനകത്ത് നിയമനിർമ്മാണം നടത്തേണ്ടത് എക്സിക്യൂട്ടീവ് അല്ല. ഇത് മന്ത്രിയുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. നാളിതുവരെ വനത്തിനുള്ളിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടായിരുന്നതെങ്കിൽ ഈ ബില്ലിന്റെ പരിണിത ഫലമായി വനത്തിന് പുറത്ത് ജനവാസ മേഖലയിലും മറ്റ് ഏതു സ്ഥലത്തും താമസിക്കുന്ന ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുവാനുള്ള അധികാരം ബില്ലിലൂടെ നൽകും. വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കുന്നതിനും വനം സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്തം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതിനുള്ള നിയമങ്ങളാണ് നിർമ്മിക്കപ്പെടേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളിൽ, സംസ്ഥാന സമിതി അംഗം ജോയി ഈഴക്കുന്നേൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ആനക്കല്ലിൽ, ജില്ലാ സെക്രട്ടറി PS മേരിദാസൻ, ലീലാമ ബേബി, ഐവിമോൾ രാജൻ, സജിമോൾ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു.